കോഴിക്കോട് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസിൽ ഇന്നും കണ്ണീരുണങ്ങാത്ത ഒരു പെൺകുട്ടി. വിവാഹം കഴിഞ്ഞ് ആദ്യ ആഴ്ചയിൽ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടവൾ. വിവാഹ തട്ടിപ്പ്, സ്ത്രീധന പീഡന പരാതികളിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ 23-കാരി. ആ കേസിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അവൾ രഹസ്യമൊഴി നൽകി. മജിസ്ട്രേറ്റ് മുൻപാകെ യുവതി നൽകിയ മൊഴി കേസിലേറെ നിർണായകമാണ്. പ്രതിയെ നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. വൈകിട്ടോടെയാണ് യുവതി കോടതിയിലെത്തി മൊഴി നൽകിയത്. വിവാഹ തട്ടിപ്പ്, സ്ത്രീധന പീഡന പരാതികളിൽ ഉറച്ചു നിൽക്കുന്നതായി യുവതിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീധനം കുറഞ്ഞതിൽ രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും അതൃപ്തിയുണ്ടായിരുന്നു. രാഹുലിന്റെ പശ്ചാത്തലം പോലീസ് അന്വേഷിക്കണം. കേസിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നില്ല. യുവതിയുടെ അമ്മയെ രാഹുൽ പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തില്ല. കേസിൽ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവനൊരു വിവാഹം നടത്തിയവനാണല്ലോ, അത് ഡിവോഴ്സ് ആയിട്ടില്ല. അത് മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിവാഹ തട്ടിപ്പാണല്ലോ നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ തൃപ്തിക്കുറവുണ്ട് അമ്മയ്ക്കും, പ്രത്യേകിച്ച് പെങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മകളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാരണം ക്രൂരമായിട്ടുള്ള മർദ്ദനം, വിവാഹ തട്ടിപ്പ്, ഇതൊക്കെ സമഗ്രമായിട്ട് അന്വേഷിച്ച് അതോടൊപ്പം തന്നെ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ജർമ്മനിയിൽ ഉണ്ട് എന്ന് പറയുന്നു. പോലീസ് അങ്ങനെയാണ് സ്ഥിരീകരിച്ചിരിക്കണം. എന്നോട് പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഏതായാലും ജർമ്മനിയിൽ നിന്ന് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ഇവരെ പിടികൂടും എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിരിക്കുന്നത്. അതേസമയം കേസിലെ പ്രധാന പ്രതി രാഹുൽ ജർമ്മനിയിൽ തുടരുകയാണ്. രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസിനായിട്ടില്ല. ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ രാജേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു. രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ റെഡ് കോർണർ നോട്ടീസിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്.